ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ശരിക്കും സ്കൂളിൽ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണ്? നമുക്കൊന്നുകൂടി നല്ലതായിട്ട് മനസ്സിലാകും. നമുക്കൊരു കാര്യം എക്സ്പീരിയൻഷ്യലായിട്ടാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഇതുപോലുള്ള സയൻസ് മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾ കാണും, ഓഡിറ്ററി കാണും, അതുപോലെ നമുക്ക് കിനസ്തെറ്റിക്, നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണും. 3 ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അതാണ് VAK. വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാലെ കാണുന്ന കാര്യങ്ങളൊക്കെ. രണ്ടാമത്തേത് ഓഡിറ്ററി. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ. പിന്നെ കിനസ്തെറ്റിക്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്താണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നത്. അതിന് നല്ലൊരു ഉദാഹരണം എന്താണെന്നറിയാമോ? നമ്മൾ സാധനം മേടിക്കാൻ പോകത്തില്ലേ? ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും, പക്ഷെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാർക്ക് കാഴ്ചയിൽ ഭംഗിയുണ്ടെങ്കിൽ അവർ മേടിക്കും, അവർക്ക് തൊട്ട് നോക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാം ചില ആൾക്കാർക്ക് ഒന്ന് തൊട്ട് നോക്കിയാലേ അതറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലേണിംഗ് സ്റ്റൈല് പ്രീഡോമിനൻ്റ്ലി എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒന്നെങ്കിൽ വിഷ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ കിനസ്തെറ്റിക് ആയിരിക്കും. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോഴുമാണ് നമുക്ക് പഠിക്കാൻ പ്രയാസമാവുന്നത്. വളരെ വിഷ്വലായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ വെറുതെ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് മനസ്സിലാകില്ല. വളരെ ഓഡിറ്ററി ആയിട്ടുള്ള ആൾക്കാർക്ക്, ചിലർക്ക് കേട്ട് തന്നെ, ചിലർക്ക് അറിയത്തില്ലേ, ക്ലാസ്സിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് ലെക്ചർ കേൾക്കും. അവർക്ക് ലെക്ചർ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ചിലർക്ക് എഴുതി പഠിക്കണം, ചിലർക്ക് ഉറക്കെ വായിച്ചു പഠിക്കണം. അപ്പോൾ ഈ ലേണിംഗ് സ്റ്റൈൽ ഓരോരുത്തരുടേതും ഓരോന്ന് പോലെയാണ്. ആ ലേണിംഗ് സ്റ്റൈൽ നമ്മളുടേത് എങ്ങനെയാണോ അതനുസരിച്ച് തന്നെയായിരിക്കും തീർച്ചയായും നമ്മുടെ പഠന രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ് നമ്മൾ മാക്സിമം എല്ലാ ലേണിംഗ് സ്റ്റൈൽസും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക. സോ ദാറ്റ്സ് എ റിവർ ഫ്ലോയിങ് ബൈ. ഓക്കെ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഫ്രം ഹിയർ. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഇമ്മേഴ്സീവ് ലേണിങ്ങും അതുപോലെ ഇങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ കുറച്ചായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുക. അങ്ങനെ അതാണ് നമ്മുടെ ശരിക്കുള്ള ലേണിംഗ്. എങ്ങനെയാണ് നമ്മൾ ഈ അക്കാഡമിക്സിൽ മാത്രമല്ലേ പോയി കാണാതെ പഠിച്ച് ഓർത്ത് വെച്ച് പരീക്ഷയൊക്കെ എഴുതുന്നത്. ഭാഷയും അതുപോലെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി ഇമ്മേഴ്സീവ് ലേണിങ്ങിലൂടെ പഠിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, കിനസ്തെറ്റിക് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പഠന രീതി. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ലിങ്ക് ഉണ്ട്. ഞാൻ ആ ലിങ്ക് ഈ ഡിസ്ക്രിപ്റ്റർ ബോക്സിലിടാം. പക്ഷേ ഇത് കൂടാണ്ട് ഞാനിതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയർ ഷെയർ ചെയ്യാം, ഉടനെയല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യനെയർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രിഡോമിനൻ്റ്ലി ഞാൻ വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, കിനസ്തെറ്റിക് ആണോ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്, ഇത്രയും ഈ പല ലേണിംഗ് സ്റ്റൈൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സയൻസ് മ്യൂസിയംസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മാത്രമല്ല പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പുസ്തകത്തിൽ വെറുതെ വായിച്ചു പഠിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ എല്ലായ്പ്പോഴും ഒരു സയൻസ് മ്യൂസിയം പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വരില്ല. നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ പോയി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ള എക്സ്പെരിമെൻറ്റ്സ് ട്രൈ ചെയ്യുക. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള. അതൊക്കെ കാണാനും കുട്ടികളോട് അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൃത്യമായി ഫോളോ ചെയ്യില്ലേ സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്? വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റയിൽ കുറച്ച് കുഞ്ഞു റിഡിൽസും കുറേ കൂടി റെഗുലർ അപ്ഡേറ്റ്സ് ഉണ്ട്. സോ കീപ് വാച്ചിങ് Surya Simple English and be part of Team Simple English.